ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ മലയാളത്തിൻ്റെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയണം. കാരണം അന്യഭാഷ ചിത്രങ്ങൾ തകർക്കാണ്. ആര്? നമ്മുടെ DQ ദുൽഖർ സൽമാൻ. പലരും പറയാറുണ്ട് മമ്മൂട്ടിയുടെ മോനായത് കൊണ്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത്. മമ്മൂട്ടിയുടെ മോന് എന്നുള്ള ഒരു പരിഗണന കാരണം കൊണ്ടാണ് ഈ ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു ലുക്ക് കാരണം കൊണ്ടാണ്. കാരണം ഇന്നത്തെ യൂത്ത് യൂത്ത് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ദുൽഖർ നൽകുന്നത്. അപ്പോൾ ഈ പാൻ ഇന്ത്യൻ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൻ്റെ പാൻ ഇന്ത്യൻ സൂപ്പർ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ തന്നെയാണ്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ സിനിമ വരികയാണ്, ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ട്. ഐ ആം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസിൻ്റെ അങ്ങേയറ്റം. ചിത്രത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ അത് കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോസും അതുപോലെ അതിനെ കണ്ടിട്ടുള്ള കമൻസുകളും പ്രതികരണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും കൂടെ ചറബറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു കൊടൂര ആയിട്ടാണ് ഈ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സാധനം. ചൂതാട്ടവും വാതുവെപ്പും. എങ്ങനെ പെട്ടെന്ന് പണക്കാരനായി മാറാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ സമ്പാദിക്കുക, ഒരു വലിയ കോടീശ്വരനായി മാറാം എന്നൊക്കെയുള്ള ഒരു ലെവലിൽ കൂടിയുള്ള ഒരു ഐറ്റമായിട്ടാണ് ദുൽഖർ സൽമാനി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസൊക്കെ മലയാള ബോക്സ് ഓഫീസൊക്കെ എന്താ പറയുക, പ്രകമ്പനം കൊള്ളുന്നൊക്കെ പറയില്ല, തകരുന്നൊക്കെ പറയില്ല, ആ ലെവലിലേക്കുള്ള ഒരു ഐറ്റമായിട്ടാണ് ദുൽഖർ സൽമാൻ വരുന്നത്. കൊത്തയിൽ നഷ്ടപ്പെട്ടത് ഈ ഐ ആം ഗെയിമിൽ ഉണ്ടാവും, ഐ ആം ഗെയിം നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റികളാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വെറൈറ്റി ഇന്നത്തെ യൂത്തിനനുസരിച്ചൊരു താരമാണത്. ഇന്നത്തെ യൂത്തിനനുസരിച്ച് മെയിൻ താരമാണത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആരാധകർ ഏതെല്ലാം ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം, ഇപ്പോൾ മലയാളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ തമിഴായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഒരുപാട് ആരാധകരുള്ള ഒരു മലയാള താരം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരാളാണ് അത് ദുൽഖർ സൽമാൻ എന്നുള്ളത്. ദുൽഖർ സൽമാൻ്റെ അന്യഭാഷ ചിത്രങ്ങൾ ഇങ്ങനെ ചവറ് പോലെ ചറപറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അന്യഭാഷയിൽ പോയിട്ട് ഇത്രയധികം വെറൈറ്റി കഥാപാത്രങ്ങളും അതുപോലെ അന്യഭാഷ ചിത്രങ്ങളും കൈകാര്യം ചെയ്തൊരു യുവ നടൻ യുവ സൂപ്പർ സ്റ്റാർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല. ആ നിലക്കാണ് ദുൽഖർ സൽമാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ മോനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചെറിയൊരു ഇതുണ്ടാവും, ഒരു താരമൂല്യം ഉണ്ടാവും. പക്ഷെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു അന്യഭാഷ ചിത്രങ്ങൾ അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ താരമായിട്ടൊക്കെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡായി മാറിയത് കൊണ്ട് മാത്രമാണ്. DQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. അപ്പോൾ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കും, ബോക്സ് ഓഫീസ് തകരും, പൊട്ടിപ്പിന്നെ തരിപ്പണം, ആ ലെവലിലേക്കുള്ള പടമാണ്. ബോക്സ് ഓഫീസ് എത്താവുന്ന തകർക്കും. ആദ്യം ഐറ്റായിട്ടാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ. വയലൻസിൻ്റെ അങ്ങേയറ്റം, ചൂതാട്ടവും വാതുവെപ്പും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പെട്ടെന്ന് പണക്കാരനായി മാറാം, അല്ലെങ്കിൽ പെട്ടെന്ന് പണക്കാരനാണ്, ഒരുപാട് കാശ് സമ്പാദിക്കണം, അതും ചെറിയ വഴികളിലൂടെ. അത് അങ്ങനത്തെ ഒരു ഐറ്റമായിട്ടാണ് ഈ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബോക്സ് ഓഫീസ് തകരും, കോടി കൊണ്ട് അമ്മാനമാടും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ദുൽഖർ സൽമാൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് ആരാധകരുള്ളതാണ്. അപ്പോൾ ആ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ലെവൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.